ഷൂട്ട് ഉണ്ടായിരുന്ന ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കായിരുന്നു ഞാൻ അറിയുന്നത് ഷൂട്ട് ഉണ്ടെന്നുള്ളത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോ തന്നെ കണ്ടില്ലേ, വെട്ടി വെറുതോണ്ടിരിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടാണ് കളമശ്ശേരിക്ക് പോവാന്ന് വിചാരിച്ചത്. ഈ ഒരു ബ്രേസ്ലെറ്റ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. എന്റെ അനിയത്തി എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ചെറുപ്പത്തിൽ ഞാനും ഇതേപോലെ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമായിരുന്നു, റായൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ എന്റെ അനിയത്തിക്കും ആ കഴിവ് കിട്ടി എന്നുള്ളതിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടയാണ്. അത് മാത്രമല്ല, അത് എന്റെ കയ്യിലിട്ടിട്ട് റിയലി നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഷൂട്ടിന്റെ സ്ഥലത്തൊക്കെ എത്തി. നമുക്ക് 2-3 കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്ത് പിന്നെ വീട്ടിലെത്തിയ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഭയങ്കരമായിട്ട് ആവശ്യമായിട്ടോ. രാത്രിയായി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ. പിന്നെ പിറ്റേ ദിവസമായപ്പോൾ അതൊക്കെ എന്നെ എനിക്ക് ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാംഗോ ജ്യൂസ് ഒക്കെ തരുന്നുണ്ട്. ഞാൻ എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും മേളിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഇട്ട കോസ്റ്റ്യൂമിൽ തന്നെ ഒരു വീഡിയോ എടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും സ്വാഭാവികമായിട്ട് കോസ്റ്റ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു രുദ്രാക്ഷം അതെപ്പോഴും എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് തന്നൊരു സന്തോഷവും ധൈര്യമൊന്നും ചെറുതല്ല. അതുകൊണ്ട് തന്നെ അത് കുറച്ചു നേരം കയ്യിലൊക്കെ പിടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഉച്ചയായപ്പോൾ ഞാൻ ഓടിപ്പോയി ഭക്ഷണം കഴിച്ചു. പിന്നെ കുറച്ചു നേരം കൂടെ ഒന്ന് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. പിന്നെ ഈ കോസ്റ്റ്യൂമിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. എന്തോ പച്ച കളർ പിടിക്കുന്ന, അങ്ങനെ ഗ്രീൻ സ്ക്രീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ വീണ്ടും ഇട്ടതും പച്ച കളർ തന്നെയായിരുന്നു. അപ്പൊ ശരി, അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.